നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റി പല രൂപത്തിലും പല പുതിയ വേഷത്തിലും തിരികെ വരുന്നു എന്നുള്ള ചില വാർത്തകൾ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ, അതായത് രേഖാമൂലമുള്ള മുന്നറിയിപ്പല്ല, പക്ഷേ രഹസ്യ അന്വേഷണ വിഭാഗങ്ങളുടെ മുന്നറിയിപ്പ് വ്യക്തമായിട്ടുണ്ട്. കൂടുപോലെ മുളച്ചു പൊന്തുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ പുതിയ വകഭേദങ്ങൾ. അപ്പോൾ നമ്മൾ അവയെ ഇനിയും ഭയക്കേണ്ട ഒരു അവസ്ഥയാണല്ലേ കേരളം? അല്ല, അത് ഞാൻ ഭയക്കണമോ വേണ്ടയോ എന്നൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ. ഇവിടുത്തെ ഭരണകൂടവും അധികാരികളും ആണ് അതേക്കുറിച്ച് ആലോചിക്കേണ്ടത്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ പങ്കുവെക്കാം. അതായത് ബംഗളൂരുവിൽ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിൻ്റെ കൊലയുമായി ബന്ധപ്പെട്ട് തലയ്ക്ക് വില പറഞ്ഞിരുന്ന 2 പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ പിടികൂടിയത് കേരളത്തിൽ നിന്നാണ്, കൊച്ചിയിൽ നിന്നാണ്, കൊച്ചിയിലെ പള്ളുരുത്തി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ്. ഈ 2 പേരും ഒളിവിൽ താമസിച്ചിരുന്നത്. അതിൽ ആദ്യത്തെ ആൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിടിയിലായി. അബ്ദുൾ നസീർ എന്നാണ് അയാളുടെ പേര്. മറ്റൊരാൾ കഴിഞ്ഞ ദിവസം പിടിയിലായി, ഉമർ ഫാറൂഖ്. ഈ 2 പേരും പോപ്പുലർ ഫ്രണ്ടിൻ്റെ സജീവ പ്രവർത്തകരാണെന്നല്ല പറയേണ്ടത്, അവരുടെ കൊലയാളി സംഘത്തിലെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. പോപ്പുലർ ഫ്രണ്ടിന് ഒരു ഓപ്പറേഷൻ ടീമുണ്ട്. അവരുപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ രസകരമാണ്. ഓപ്പറേഷൻ ടീം, കമാൻഡർ എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഈ ഓപ്പറേഷൻ ടീമിൽ പെടുന്ന, ഓപ്പറേഷൻ ടീമുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 കൊടും ഭീകരന്മാരാണ്. ഇല്ലെങ്കിൽ പിന്നെ അവരുടെ തലയ്ക്ക് പോലീസ് വില പറയേണ്ടതില്ലല്ലോ. കർണാടക പോലീസ്, കർണാടക ഇപ്പം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ടും ഈ 2 പേരുടെ തലയ്ക്ക് കർണാടക പോലീസ്, NIA ഒക്കെ ചേർന്ന് വില പറഞ്ഞത് ലക്ഷങ്ങളാണ്. ആ 2 പേരെയാണ് വളരെ സമർത്ഥമായിട്ട് ഈ കൊച്ചിയിലെ പള്ളുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പിടിയിലായത്. ഇതിൻ്റെ അതിൻ്റെ വേരുകൾ തേടി പോകുമ്പോൾ ഈ അബ്ദുൾ നസീർ അവിടെ കുറേ വർഷങ്ങളായിട്ട് ഒളിവിൽ താമസിക്കുകയാണ്. അയാൾ അവിടെ ഒരു ഷവർമ കടയിൽ ജോലി ചെയ്യുമായിരുന്നു. ഷവർമ എന്താണെന്ന് നമുക്കറിയാം. ഈ അറേബ്യൻ വിഭവമാണ്. ഈ കുഴിമന്തി, ഷവർമ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം ചെറിയ വൈകിട്ട് മാത്രം പ്രവർത്തിക്കുന്ന, വൈകിട്ടൊരു 6 മണി മുതൽ രാത്രി 12 മണി വരെ, 1 മണി വരെയൊക്കെ പ്രവർത്തിക്കുന്ന കടകളാണിത്, അല്ലെങ്കിൽ ഭക്ഷണശാലകളാണ്. അങ്ങനെയുള്ള ഷവർമ, കുഴിമന്തി, ഒരു ഫാസ്റ്റ് ഫുഡ് തട്ടുകടകൾ പോലെ അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ് ഈ അബ്ദുൾ നസീർ. നസീറിനെ പിടികൂടി, NIA ഒക്കെ എത്തി പിടികൂടിയതിന് ശേഷമാണ് അവിടെ ഉള്ളവർ പോലും, ചുറ്റുപാടുമുള്ളവർ അറിയുന്നത് ഇയാൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരനാണ്, ഒരു കൊലക്കേസിലെ പ്രതിയാണ്, ഇയാളുടെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ. സത്യത്തിൽ പള്ളുരുത്തി പോലീസ്, കേരള പോലീസ് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ അവർക്ക് അവരുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അമ്പേ പരാജയപ്പെട്ടു ഈ കാര്യത്തിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2022 പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞ് പിന്നെ ഇത്രയും വർഷങ്ങൾ, 4 വർഷമാകുന്നു. ഈ 4 വർഷം കൊണ്ട് ഈ സംഘടനയുടെ വേരറുത്ത് മാറ്റാൻ നമ്മുടെ നാട്ടിലെ പോലീസിനും രഹസ്യാന്വേഷണ വിഭാഗത്തിനും നമ്മുടെ നാട്ടിലെ സുരക്ഷാ ഏജൻസികൾക്കും സാധിച്ചില്ലെങ്കിൽ അത് കനത്ത പരാജയം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഈ അബ്ദുൾ നസീറിനെ പിടികൂടി കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞപ്പോഴാണ് ഈ ഉമർ ഫാറൂഖിനെയും ഇതുപോലെ പിടികൂടുന്നത്. പണ്ടൊക്കെ നമ്മുടെ ഈ നാട്ടിൽ ധാരാളം ജ്യൂസ് കടകളുണ്ടായിരുന്നു. ഈ ജ്യൂസ് കടകൾ പലതും ഇന്നിപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ജ്യൂസ് കടകളിൽ നേരത്തെ ഒരുപാട് പേര് ജോലി ചെയ്തിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, കേരളത്തിലെ മലയാളികളല്ല. അപ്പം മലയാളികളല്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികൾ എവിടുന്ന് വരുന്നു, ഇവരാരാണ് എന്നൊന്നും ആരും അന്വേഷിച്ചിരുന്നില്ല. പതുക്കെ നാട്ടിൽ ക്രൈം കൂടി, ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, അവരുടെ വീട് കൊള്ളയടിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. ആ അന്വേഷണമാണ് ഈ പഴ ജ്യൂസ് കടകളിലേക്ക് ചെന്നെത്തുന്നത്. അങ്ങനെ കുറേ പേരെയൊക്കെ പോലീസ് പതുക്കെ രഹസ്യമായിട്ടൊക്കെ പൊക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പതുക്കെ അതങ്ങ് ഇല്ലാതായത്. ആ ശൃംഖല അങ്ങ് ഇല്ലാതായി. കാരണം ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം
എന്തെങ്കിലും ഒരു വിഷയം നടന്നാൽ വളരെ പെട്ടെന്ന് അവർക്ക് വേണ്ടി ആൾ കൂടും. ഒരു വാട്സാപ്പിലൊരു മെസ്സേജ് കിട്ടിയാൽ മതി, കുറേ നാൾ അവർ പറയുന്ന സ്ഥലത്ത് പ്രകടനം നടത്താൻ, അവർ പറയുന്ന സ്ഥലത്ത് റാലി നടത്താൻ, സമ്മേളനത്തിൽ പങ്കെടുക്കാൻ, പ്രതിഷേധത്തിൽ പങ്കെടുക്കാനൊക്കെ ആൾ ഷഠേന്ന് പറഞ്ഞെത്തും. ഇതിൽ ഒരു 50% ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. അപ്പോൾ ഇത് നിരോധിക്കുന്നതിന് മുമ്പുള്ള സംഗതിയാണ്. നിരോധിച്ചതിന് ശേഷം ആണ് ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ഇതൊക്കെ നിന്നുപോയത് അതിന് ശേഷമാണ്. ഇതൊക്കെ സ്തംഭിച്ചത് അതിന് ശേഷമാണ്. ഇപ്പോഴിതാ ഈ പറഞ്ഞതുപോലെ ഈ 2 പേരെ പിടികൂടുകയും ഒരാൾ ഈ ഷവർമ്മ കടയിൽ ജോലി ചെയ്തിരുന്നു എന്ന് അറിയുകയും ചെയ്തപ്പോഴാണ് സ്പെഷ്യൽ ബ്രാഞ്ചും ഉണരുന്നത്. അയ്യോ, ഇവരിപ്പോഴും ഇവിടെയൊക്കെ ഉണ്ടോ. ഇനി പള്ളുരുത്തിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആലപ്പുഴയിൽ ഒരു ബാലൻ അച്ഛൻ്റെ തോളത്തിരുന്ന് അവലും മലരും കുന്തിരിക്കയും ഒക്കെ വാങ്ങി സൂക്ഷിച്ചോളാൻ പറഞ്ഞല്ലോ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യം വിളിച്ച ആ ബാലൻ്റെയും കുടുംബത്തിൻ്റെയും വീട് പള്ളുരുത്തിയിലാണ്. ഇതേ പള്ളുരുത്തിയിലാണ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഹിജാബ് വിവാദമുണ്ടാക്കി സുഡാപ്പികൾ രംഗത്ത് വന്നത്. തീർച്ചയായിട്ടും ഇതേ പള്ളുരുത്തിയിലാണ്. അപ്പോൾ ഈ പള്ളുരുത്തിയിലെ പല സ്ഥലങ്ങളും ഒരു മുസ്ലിം പോക്കറ്റുകളായി മാറി എന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അതായത് അവിടെ വേറെ മതസ്ഥരൊന്നുമില്ല, ഹിന്ദുക്കളില്ല, ക്രിസ്ത്യാനികളില്ല, ആരുമില്ല, ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു ഏരിയയ്ക്കുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് ആർക്കും അറിഞ്ഞൂടാ. അവിടെ പോലീസിനോ സ്പെഷ്യൽ ബ്രാഞ്ചിനോ ഒന്നും പോകാൻ സാധിക്കുന്നില്ല. അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു വലിയ പ്രശ്നം അതിനകത്തുണ്ട്. ഇത് അവിടേക്ക് പോകാൻ ഈ പറയുന്നത് പോലെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഏത് ഉദ്യോഗസ്ഥനെ നിയോഗിക്കും? സ്പെഷ്യൽ ബ്രാഞ്ചിൽ അങ്ങനെ നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ഈ സുഡാപ്പികളുടെ പച്ച വെളിച്ചം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ പോലീസിനകത്ത് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ആളല്ലെന്ന് എങ്ങനെ കരുതും? അപ്പോൾ അങ്ങനത്തെ ഒരു ദുർഘടമായ ഒരു സാഹചര്യം കേരള പോലീസിനുള്ളിൽ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അത് PFIയുമായി ബന്ധപ്പെട്ടാണ്. ഇനി മറ്റൊരു വിഷയം, മലബാറിലെ, പ്രത്യേകിച്ചും വടക്കൻ മലബാറിലെ കാസർഗോഡ് ജില്ലയിൽ കണ്ണൂർ കാസർഗോഡ് ബോർഡറിൽ, അതുപോലെ വയനാട് കണ്ണൂർ ബോർഡറിലൊക്കെ രാത്രിയായാൽ ഒരു 8 മണിക്ക് ശേഷം മദ്രസകളും ചില പള്ളികളും, എല്ലാ പള്ളികളുമല്ല, ചില പള്ളികളും കേന്ദ്രീകരിച്ച് മതപ്രഭാഷണം നടക്കുകയാണ്. ആ മതപ്രഭാഷണം എന്ന് പറയുന്നത് 100% മതേതരത്വത്തിനെതിരാണ്. ഇതര മതങ്ങളെ വളരെ വെറുപ്പോടും നിന്ദയോടും കൂടി കാണാൻ പഠിപ്പിക്കുന്നതാണ്. എല്ലാറ്റിനും ഉപരി അന്ധവിശ്വാസം കുത്തി നിറയ്ക്കുന്നതാണ്. ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗത്തിനെതിരെ അങ്ങേയറ്റത്തെ വെറുപ്പും അവരെ കൈ കിട്ടിയാൽ വെച്ചേക്കരുത് എന്ന മട്ടിലുള്ള പ്രബോധനങ്ങളുമാണ് ഇതിൽ നടക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ചില വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. അത് സ്പെഷ്യൽ ബ്രാഞ്ചിനും നമ്മുടെ ഇൻ്റലിജൻസിനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ചില ആൾക്കാർ വളരെ സമർത്ഥമായിട്ട്, നമ്മളിപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫ്രീഡം പരേഡ് എന്ന് പറഞ്ഞൊരു പരേഡ് ഉണ്ടായിരുന്നു. ആ പരേഡ് നിന്നുപോയി. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ, അതിന് പണ്ട് VS സർക്കാരിൻ്റെ കാലത്ത് തന്നെ അതിന് അനുമതി നിഷേധിച്ചതാണ്. പിന്നെ അത് കുറേ കാലം ഈ ഫ്രീഡം പരേഡ് നടക്കാതെയായി. ആ ഫ്രീഡം പരേഡ് അവർ ദേശീയ പതാകയൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ആ ഫ്രീഡം പരേഡ് മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ഈ രാത്രികളിൽ ഈ 8 മണിക്ക് ശേഷം ആരംഭിക്കുന്ന മതപ്രഭാഷണം രാത്രി 12 മണി വരെയൊക്കെ നീണ്ടു നിൽക്കും. അതിവിഷലിപ്തമായ മതപ്രഭാഷണങ്ങളാണ്. സാധാരണ മതം പഠിപ്പിക്കലല്ല അവിടെ, അത് വർഗീയ പ്രഭാഷണങ്ങളാണ്. സത്യത്തിൽ മതപ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖുർആൻ സംബന്ധമായ മതത്തിൻ്റെ ആത്മീയ വശങ്ങളൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും, അല്ലേ? നമ്മളങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. മതമാണ് പഠിപ്പിക്കുന്നത്. മതത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ സങ്കല്പങ്ങൾ, അതിൻ്റെ ദൈവികത്വം ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല, വളരെ കൃത്യമായിട്ട് വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന പ്രഭാഷണങ്ങളാണ്, വമിപ്പിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ്. എങ്ങനെ മറ്റു മതസ്ഥരെ ഇല്ലായ്മ ചെയ്യാം, എങ്ങനെ അവരെ നശിപ്പിക്കാം, എങ്ങനെ അവരുടെ കൂട്ടായ്മകളെ തകർക്കാം, ഇതൊക്കെയാണ്
ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ചില വീഡിയോകൾ ലഭിച്ചിട്ടുണ്ട്, രഹസ്യാന്വേഷണ വിഭാഗത്തിനൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ല, അവർ ഈ ഫ്രീഡം പരേഡിന് തത്തുല്യമായ രീതിയിലുള്ളൊരു മാർച്ച് പാസ്റ്റ്, ഈ ഇങ്ങനെ നമ്മളെ പിന്നെ RSSൻ്റെ പദസഞ്ചലനം എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മാർച്ച്, മറ്റേ റൂട്ട് മാർച്ച് എന്ന് പറയുന്നത് പോലെ ഒരു മാർച്ച്, അതിൻ്റെ പരിശീലനം, അതിന് പ്രത്യേക പാട്ടുകൾ. നമ്മൾ സാധാരണ ഇത് നമ്മൾ കാണുന്നത് എപ്പോഴും എങ്ങനെയാണ്, സ്വാതന്ത്ര്യ ദിന പരേഡ് നമ്മളവിടെ മാർച്ച് ചെയ്യുമ്പം ബാൻഡ് വായിക്കും അല്ലേ, ഈ പോലീസ്, പട്ടാളം, NCC, സ്കൗട്ട് ഒക്കെ മാർച്ച് ചെയ്യുമ്പം ബാൻഡ് വായിക്കും. പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ബാൻഡ് വരും. ആ ബാൻഡിൽ സാരേ ജഹാം സേ അച്ച, ഹിന്ദു സിതാ ഹമാര പോലെയുള്ള ദേശഭക്തി ഗാനങ്ങളാണ് ബാൻഡിൽ വായിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് പട്ടാളം മാർച്ച് ചെയ്യുന്നത്. ഒരു പ്രത്യേക താളത്തിൽ അവർ അത് സംഗീതം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അത് വായിക്കും, അതിനനുസരിച്ച് ആ താളത്തിലാണ് പട്ടാളവും പോലീസും നമ്മുടെ NCCയും സ്കൗട്ടും CISFും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഒക്കെ മാർച്ച് ചെയ്ത് പോകുന്നത് അങ്ങനെയാണ്. അതുപോലെ അതിനുവേണ്ടി ചില ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ചില താളത്തിൽ ആ ഗാനങ്ങൾ ആലപിക്കുന്നു, അതിനനുസരിച്ച് ഇവർ മാർച്ച് ചെയ്യുന്നു. നമ്മൾ സാധാരണ ഈ RSSൻ്റെ റൂട്ട് മാർച്ച് പോകുമ്പോൾ ഇതുപോലെയുള്ള ബാൻഡ് വായിക്കും അവർ ഒരു ബാൻഡുണ്ട്, അവർക്ക് അതിനൊരു സംഗീതമുണ്ട്, അത് അടിവെച്ച് പോകുന്നു. അതുപോലെ ഇവരിങ്ങനെ ഇത് പരിശീലിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് പുറത്ത് വന്നിട്ടുണ്ട്. ലഭിച്ചിരിക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കാണ്, നമുക്കല്ല. അപ്പോൾ അതൊക്കെ സംഗതി വളരെ ആപൽക്കരമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. പോപ്പുലർ ഫ്രണ്ട് വേഷം മാറി പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല പേരുകളിൽ സമൂഹത്തിൽ കേരളത്തിലെമ്പാടുമായിട്ട് അവർ വ്യാപിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ, വടക്കൻ മലബാറിൽ 100%. ഇപ്പം മധ്യ കേരളത്തിലും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലാണ് നമുക്കറിയാം. ആലുവ, പാനായിക്കുളം ക്യാമ്പൊക്കെ നമുക്കറിയാം. അതുപോലെ പെരുമ്പാവൂർ, അതുപോലെ ഈ പള്ളുരുത്തി, അങ്ങനെ മൂവാറ്റുപുഴ, അങ്ങനെ പല സ്ഥലങ്ങളിലും അവർക്ക് ശക്തമായ അടിത്തറയുണ്ട്. ഇത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചെങ്കിലും കേരളത്തിലെ അതിൻ്റെ വേരറുക്കാൻ സാധിച്ചിട്ടില്ല. അതിന് എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് കേരളത്തിലെ ഭരണകൂടങ്ങളാണ്. മാറി മാറി ഭരിച്ച ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ PFIയുടെ വേരറുക്കാൻ വേണ്ട വിധത്തിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം സഹകരിക്കുന്നില്ല. കാരണം സംസ്ഥാനത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്, സംസ്ഥാനത്തിൻ്റെ കയ്യിലാണ്. അത് ഈ പറഞ്ഞതുപോലെ ഒരു ഫെഡറൽ സംവിധാനം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര സർക്കാരിന് ചില പരിമിതികളുണ്ട് അതിനകത്ത് ഇടപെടാൻ. സ്റ്റേറ്റിനകത്ത് സംസ്ഥാന സർക്കാരിന് ആ ലാൻഡ് ഓർഡർ നോക്കാനുള്ള ബാധ്യതയുണ്ട്. അവരത് ഈ ചൊറിഞ്ഞ് ഇത് വലിയ പുണ്ണാക്കരുത്. ഇത് ഇന്ന് നിങ്ങൾ കണ്ണടയ്ക്കുന്നത് നാളെ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് നെട്ടാരു വധക്കേസിലെ പ്രതികളെയൊക്കെ ഇവിടെ കേരള പോലീസ് അറിയാതെ NIAയും കർണാടക പോലീസും ഒക്കെ വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ടാണ്. കേരളത്തിൽ നിന്ന് എത്ര ഭീകരവാദികളെ പിടിച്ചിരിക്കുന്നു. അൽ-ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കമാൻഡറിനെ വരെ കേരളത്തിൽ നിന്ന് പിടിച്ചിരിക്കുകയാണ്. എന്തിനേറെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരാൾ കാസർഗോഡ് ഒളിവിൽ താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 മാസം മുമ്പാണല്ലോ കണ്ണൂരിൽ നിന്നും ഒരു അൽഫാം കടയിൽ നിന്ന് ഒരു യമനി പൗരനെ ഒരു യാത്രാരേഖയുമില്ലാതെ പിടികൂടി. യാത്രയുമില്ലാതെ 2 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുകയാണ്. അതാണ് പ്രത്യേകിച്ചും അർജുനായെങ്കിൽ പോട്ടെ, മറ്റാരും പറയണ്ട. അർജുനായങ്കിയുടെ കാര്യത്തിൽ തന്നെ പോലീസ് ഇപ്പോഴും ഇരുട്ടി തപ്പുക. കാരണം ഇടത് പോലീസാണ്, ഇടത് പോലീസ് വൽക്കരമാണ് ഇപ്പോഴും കേരള പോലീസ് മാറിയിട്ടില്ല. കേരള പോലീസിനെ സമ്പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയാണ്. ഇപ്പം തന്നെ കേരള പോലീസിൻ്റെ ഈ യൂണിയൻ സംവിധാനത്തിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ ചില നിലപാടുകൾ പറയുകയും അതിനെ ഒന്ന് പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം അതിനെതിരെ രംഗത്ത് വന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും കേരള പോലീസിനകത്ത് എന്തിനാണ് ഈ രാഷ്ട്രീയം കലർത്തുന്നത്? CPM പോലെയുള്ള
കോൺഗ്രസ് പോലെയുള്ള BJP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നെ ഈ സുഡാപ്പികളുടെയൊക്കെ പ്രവർത്തനം എന്തിനാണ് ഈ കേരള പോലീസിനുള്ളിൽ കൊണ്ടുവരുന്നത്? അതിൻ്റെ യാതൊരു ആവശ്യമില്ല. കേരള പോലീസ് എന്ന് പറയുന്നത് എല്ലാ ജാതി മത സംഘടനകൾക്കും ചിന്തകൾക്കും ഒക്കെ അതീതമായി നിലകൊള്ളേണ്ടവരാണ്. പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടവരാണ് പോലീസ്. ആ പോലീസിനെ ഇങ്ങനെയുള്ള വിവിധ മത ജാതി രാഷ്ട്രീയ പാർട്ടികളുടെ കള്ളികളാക്കി മാറ്റുന്നത് വലിയ ആപത്താണ്. അതിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ ജാഗ്രതയോടെ നമ്മുടെ ഏജൻസികൾ നീങ്ങട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഈ നടന്നിരിക്കുന്ന സംഭവങ്ങൾ ചെറുതല്ല. അത് വലിയ വലിയ അപകടങ്ങളുടെ സൂചനയാണ്, മുന്നറിയിപ്പാണ്. അതുകൊണ്ട് കേരള പോലീസ് ഉണർന്ന് പ്രവർത്തിക്കട്ടെ. സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി ഈ കണ്ണിലെണ്ണയൊഴിച്ച് ഈ വിഷയത്തെ സമീപിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ ശേഖരിക്കേണ്ടതാണ്. അതിൽ നടപടിയെടുക്കേണ്ടത് അപ്പോൾ നടപടിയെടുത്ത് ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു അവസാനം ഉണ്ടാക്കേണ്ടതാണ്. ഒരു നിരോധിക്കപ്പെട്ട സംഘടനയാണ്. അവരുടെ ലക്ഷ്യം, അവർ ഭീകരവാദികളാണ്. ഭീകരവാദമാണ് അവരുടെ മുഖമുദ്ര. അവരുടെ ലക്ഷ്യം ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടും നമ്മുടെ കേരളത്തിലെ പോലീസ് ഈ കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നത് വലിയ ആപത്താണെന്ന് പറയേണ്ടിയിരിക്കുന്നു.